എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും നാദജ്യോതിയുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് നിങ്ങളുടെ ഒരു കറണ്ട് പ്രോബ്ലമാണ്. നിങ്ങളിപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പ്രതിസന്ധി അല്ലെങ്കിൽ ഒരു പ്രശ്നം, എന്തൊക്കെ ചാലഞ്ചസാണ് നിങ്ങളവിടെ നേരിട്ടുകൊണ്ടിരിക്കുന്നതെന്നും എന്താണ് ഇതിൽ നിന്ന് നിങ്ങൾക്ക് രക്ഷപ്പെടാൻ ഒരു പരിഹാരം, ഒരു ഗൈഡൻസ്, ഇതാണ് നമ്മളിന്ന് ഇന്നത്തെ വീഡിയോയിൽ നോക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം നിങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന, നിങ്ങളിപ്പോൾ ഏത് അവസ്ഥയിലാണ്, എന്ത് പ്രോബ്ലമാണ് അനുഭവിക്കുന്നത് നമുക്ക് നോക്കാം. ഓക്കെ, 9 ഓഫ് വൺസ് ആണ് വന്നിരിക്കുന്നത്. ഓക്കെ, ദെൻ നിങ്ങളുടെ ചാലഞ്ച് എന്താണെന്ന് നമുക്ക് നോക്കാം. 3 ഓഫ് കപ്സ്, നിങ്ങൾക്കുള്ള ഗൈഡൻസ് നോക്കാം. നിങ്ങൾക്കുള്ള ഗൈഡൻസ് പേജ് ഓഫ് സോഡ്സ് ആണ് വന്നിരിക്കുന്നത്. സോ അപ്പോൾ 9 ഓഫ് വൺസ്, നിങ്ങൾ ഒരുപാട് ലൈഫിൽ സഹിച്ചു, നിങ്ങൾ സഹിക്കാൻ പറ്റുന്ന മാക്സിമം സഹിച്ചു, ഒരുപാട് മുറിവുകൾ നിങ്ങൾക്ക് പറ്റിയിട്ടുണ്ട്, എങ്കിൽ പോലും നിങ്ങൾ പിടിച്ച് നിൽക്കുകയാണ്. നിങ്ങൾ മാക്സിമം എന്തൊക്കെയോ ഒരു ട്രോമകളിലൂടെ നിങ്ങൾ പോയി എന്ന് കാണിക്കുന്നുണ്ട്. അത് ഫിസിക്കലാവാം, മെൻ്റലാവാം, അങ്ങനെ ഒരു ട്രോമയിലൂടെ നിങ്ങൾ പോയി, നിങ്ങൾ ഒരുപാട് വിഷമം അനുഭവിച്ചു, ഒരുപാട് സഹിച്ചു, ക്ഷമിച്ച് നിങ്ങൾ നിൽക്കുകയാണ്. അതാണ് നിങ്ങളുടെ ഇപ്പോഴത്തെ ഒരു പ്രോബ്ലം. ശരിക്കും പറഞ്ഞാൽ നിങ്ങളങ്ങനെ സഹിക്കേണ്ടി വന്നൊരവസ്ഥ വന്നു, ഇങ്ങനെ സഹിക്കുകയാണ്. സോ ഇതിന് ഇത് ചാലഞ്ച് എന്താണ്, നിങ്ങളുടെ പ്രോബ്ലം, നിങ്ങളുടെ വന്ന ഒരു ചാലഞ്ച് എന്താണെന്ന് ചോദിച്ചാൽ ഇവിടെ 3 ഓഫ് കപ്സ് കാണിക്കുന്നുണ്ട്. സോ ഇതൊരു തേർഡ് പാർട്ടി ആവാം, മൂന്നാമതൊരാൾ നിങ്ങളുടെ ലൈഫിൽ വന്നതായിരിക്കണം നിങ്ങൾക്ക് സംഭവിച്ച്, അല്ലെങ്കിൽ നിങ്ങളിപ്പോൾ ഇങ്ങനെ സഹിക്കേണ്ടി വന്നതിൻ്റെ ഒരു റീസൺ എന്ന് പറയുന്നത് മൂന്നാമതൊരാളുടെ കടന്നുകയറ്റമാണ് നിങ്ങളുടെ ലൈഫിൽ. അതാണ് ചാലഞ്ച്. ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ, ചിലപ്പോൾ റിലേഷൻഷിപ്പിലാവാം, നിങ്ങളുടെ കമ്പനിയിലോ നിങ്ങളുടെ ജോലി സ്ഥലത്തോ ആവാം, ഇവിടെ എന്തോ ആവാം, ഒരു മൂന്നാമതൊരാളുടെ ഒരു കടന്നു കയറ്റി നിങ്ങളെ വല്ലാതെ അസ്വസ്ഥമാക്കി, നിങ്ങളിങ്ങനെ ഒരുപാട് സഹിക്കേണ്ടി വരുന്നൊരവസ്ഥയിൽ നിങ്ങൾ നിൽക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്കുള്ള ഗൈഡൻസ് എന്താണെന്ന് വെച്ചാൽ പേജ് ഓഫ് സോഡ്സ് ആണ് പറയുന്നത്. അപ്പോൾ പേജ് ഓഫ് സോഡ്സ് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ധൈര്യമായിട്ട് സടകൊഴുന്ന് എഴുന്നേറ്റ് മുന്നോട്ട് പോകാൻ തന്നെയാണ് പറയുന്നത്. നിങ്ങൾ പേടിച്ച് നിൽക്കേണ്ട, നിങ്ങൾക്ക് കഴിവുണ്ട്, നിങ്ങളെ അവസ്ഥയിൽ നിന്ന് മറികടക്കാനുള്ള കഴിവ് നിങ്ങൾക്കുണ്ട്. ആക്ഷൻ എടുക്കുക, എന്താണോ അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ആക്ഷൻ. ചിലത് വിട്ട് കളയേണ്ടി വരുമായിരിക്കും, ചിലത് നിങ്ങൾക്ക് സഹിക്കാൻ പറ്റില്ല എന്ന അവസ്ഥയാണെങ്കിൽ നിങ്ങൾക്ക് പുറത്ത് ഇറങ്ങേണ്ടി വരുമായിരിക്കും അതിൽ നിന്ന്. സോ ആ ആക്ഷൻ എടുക്കുക, എന്താണോ നിങ്ങൾക്ക് അനുയോജ്യമായിട്ട് നിങ്ങളുടെ മനസ്സിൽ തോന്നുന്ന ആ ഒരു ആക്ഷൻ, അതെടുക്കാനാണ് ഇപ്പോൾ നിങ്ങളുടെ ഇഷ്ടദൈവം നിങ്ങൾക്ക് ഗൈഡൻസ് തരുന്നത്. വീഡിയോ റെസണേറ്റ് ആയിട്ടുണ്ടെങ്കിൽ എല്ലാവരും കമൻറ്റ് ചെയ്യുക. റെസണേറ്റ് ആയിട്ടുള്ളവരെല്ലാവരും എനർജി ക്ലെയിം ചെയ്തുകൊണ്ട് നിങ്ങൾ കമൻറ്റ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക, കൂടുതൽ വീഡിയോസിന് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു. നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം.